ആ ജിനോ, നീ എന്താ ഇവിടെ ട്രാൻസ്ഫോമർ എടുത്ത് എന്ത് പരിപാടി? ഈ ഒരു ട്രാൻസ്ഫോമറിൽ ലാസ്റ്റ് ഓൺ ഗ്രിഡ് പ്രൊജക്റ്റ്, സോളാർ ഓൺ ഗ്രിഡ് പ്രൊജക്റ്റ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ ഇനി ഒരു ഫീസിബിലിറ്റി ഇല്ല. വേറൊരു കസ്റ്റമറിന് ഇനി ഒരു സോളാർ പ്രൊജക്റ്റ് ഇതിൻ്റെ അണ്ടറിൽ ചെയ്യണമെന്ന് വെച്ചാലും പറ്റൂല. നേരത്തെ പറഞ്ഞില്ലേ ട്രാൻസ്ഫോമർ ഫില്ലായി എന്നുള്ള, ഇതിൽ കൂടുതൽ കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അതിൻ്റെ ടെക്നിക്കലി വശം എന്താണ്? നിയാസ്, നമ്മൾ ഈ ഓൺ ഗ്രിഡ് സോളാർ ഈ ഒരു പ്രൊജക്ട്സ് ഒക്കെ വരുന്നതിന് മുമ്പ് നോർമലി ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻ ടു ട്രാൻസ്ഫോമർ, പിന്നെ വീടുകളിലേക്ക്, ആ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ സോളാർ ഓൺ ഗ്രിഡ് പ്രൊജക്റ്റ് അതിന്ന് എക്സ്പോർട്ട് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഈ പീക്ക് അവേഴ്സിൽ ഈ സോളാറൊക്കെ മാക്സിമം എഫിഷ്യൻസിയിലായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ആ പവർ വീട്ടിലൊക്കെ കൺസ്യൂം ചെയ്തോളണമെന്നില്ല. ആ സമയത്ത് എക്സസ് വരുന്ന പവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഹൗസ് ടു വീടിന്ന് ട്രാൻസ്ഫോമർ ടു സബ്സ്റ്റേഷൻ, അതൊരു റിവേഴ്സ് പവർ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ റിവേഴ്സ് പവർ ഫ്ലോ ഈ ലിമിറ്റിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ വോൾട്ടേജ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. പുതിയതായിട്ട് ഒരുപാട് വോൾട്ടേജ് കൂടുന്ന ഇഷ്യൂസൊക്കെ, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് KCB എന്ത് ചെയ്യുന്നത്, ഇതൊരു 90% ലിമിറ്റിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സോളാർ ഓൺ ഗ്രിഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ട്രാൻസ്ഫോമറിൽ എത്ര ഫീസിബിലിറ്റി ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ KCB ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി എന്നുള്ളൊരു ഒന്ന് സെർച്ച് ചെയ്താൽ മതി കീവേഡ്. അന്നേരം ട്രാൻസ്ഫോമർ വൈസ് റിന്യൂവബിൾ എനർജി സിസ്റ്റം കണക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു KCB ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രിക്ട് കൊടുക്കുക. ഏതാണോ ഡിസ്ട്രിക്ട്, കാസർഗോഡാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂരാണെങ്കിൽ കണ്ണൂർ, എറണാകുളം, ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് നെയിം ഓഫ് ദ സെക്ഷൻ. ഈ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ സെക്ഷൻ ഉണ്ടാവും. ഏതാണോ നിങ്ങളുടെ സെക്ഷൻ അതുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെ ട്രാൻസ്ഫോമറിൽ എത്രയൊക്കെ ഫീസിബിലിറ്റി ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി എന്തിന് നിങ്ങൾ കാത്തിരിക്കണം? നിങ്ങളുടെ ട്രാൻസ്ഫോമറിലെ ഫെസിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യും, ഫെസിലിറ്റി ഉറപ്പുവരുത്തും. ഓൺ ഗ്രിഡ് പ്രൊജക്റ്റിനായി സൈറ്റസ് സോളാറിനെ ബന്ധപ്പെടും.